വെൽക്കം ടു ന്യൂമറോളജി ബൈറ്റ്സ്. ഇന്ന് നമുക്ക് സ്കോർപ്പിയോക്കാരുടെ ക്യാരക്ടർ എന്താണെന്ന് നോക്കാം. ഇവർ കൂടുതൽ പേർക്കും കുടുംബസ്വത്ത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതായിട്ട് കാണാം. ഇവർക്ക് ബ്രദേഴ്സ് കുറവാണ്, ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നതായിട്ട് കാണാം. ഒന്നുകിൽ അത് പൊക്കത്തു നിന്നുള്ള വീഴ്ചയോ അല്ലെങ്കിൽ വെള്ളത്തിൽ വീഴുന്നുള്ളൊരു അപകടമാവാം. അങ്ങനെ ഉണ്ടാവും നോക്കുക. ഇവർ പലരും ഒരു മാരേജ് ഇല്ലാതെയും പോകാം. ഒന്നിൽ കൂടുതൽ മാരേജ് ഇവർക്ക് ചാൻസ് ഉണ്ട്. വൈഫിന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നതായിട്ട് കാണാം, സൂക്ഷിക്കണം. 30-31 വയസ്സിന് മുൻപിൽ ഒരു സുഹൃത്തിൻ്റെ മരണം കേൾക്കേണ്ടി വരും. അതുപോലെ ഇവർ യാത്രകൾ ഒരുപാട് ചെയ്യുന്നവരാണ്. പക്ഷേ യാത്രകൾ കൊണ്ട് എപ്പോഴും ഇവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല. ഇവരുടെ ഹയർ ഒഫീഷ്യൽസ് ഇവരെ പ്രൊട്ടക്ഷൻ സക്സസ്സിലൊക്കെ നയിക്കുന്നെങ്കിലും അതിൽ ചിലർ ഇവരുടെ ലവ് അഫെയർ അല്ലെങ്കിൽ സക്സസ്സിനൊക്കെ ഒരു തടസ്സം വരുന്നതെന്ന് കാണാം. ഇവരുടെ മനസ്സിലെ സീക്രട്സ് എല്ലാവരോടും പറയാൻ പാടില്ല. ഇവർക്ക് അസുഖങ്ങൾ വരുന്ന ചാൻസ് ഹെഡേക്ക്, ഫീവർ, ലിഗമെൻ്റ് പ്രശ്നങ്ങൾ വരാം. കഠിനമായ ജോലിയിലൂടെ ഒക്കെയാണ് ഈ രോഗങ്ങൾ വരുന്നത്. അങ്ങനെ ചെയ്യാതെ ഇരിക്കുക. ഇവർ ജോലി ചെയ്യുന്ന മേഖലകൾ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഡിപ്ലോമാറ്റ്സ്, ക്രിറ്റിക്സ്, മെക്കാനിക്കൽ വർക്ക് എന്നതാണ്. ഇവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതായിട്ട് കാണാം. ഫൺ ലവിങ് അല്ലെങ്കിൽ ലക്ഷറി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ഇട്ട് ഉടനെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.